ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോപ്പ് ടു ടിപ്പ്. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അറബിക് ഫുൾ ചിക്കൻ ഡിഷ്. ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്, ഒരു അറബിക് സ്റ്റൈലാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ 1200 ഗ്രാമിൻ്റെ ഒരു ചിക്കൻ, 4 സബോള, 3 തക്കാളി, ഫൈൻലി ചോപ്ഡ് ഗാർലിക്ക്, ഒറിഗാനോ പൗഡർ, ഒലിവ് ഓയിൽ, ഒലിവ് കായ, ബേ ലീവ്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ കുരുമുളകിൻ്റെ പൊടിയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം സബോള ഒരു ചെറിയ ക്യൂബ്സ് ആയിട്ട്, ഒത്തിരി വലിയ ക്യൂബ്സ് അല്ല, ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എല്ലാവരും ഇത് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കണം. അഡീഷണൽ മലയാളീകരിച്ചിട്ടുള്ള സ്പൈസസ് ഒന്നും ചേർക്കരുത്. സെയിം ഈ അറബിക് സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ സവോള ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി കട്ട് ചെയ്യാം. ഓക്കെ, തക്കാളിയും ഇതേമാതിരി നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. ആകെ ഇതിൽ സവോളയും തക്കാളിയും വെളുത്തുള്ളിയും മാത്രമാണ് കട്ട് ചെയ്യാനുള്ളൂ. പിന്നെ ഒരുപാട് സ്പൈസൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുരുമുളക് മാത്രമേ ഉള്ളൂ. കുരുമുളകും ഒറിഗാനോ പൗഡർ മാത്രമാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ. ഓതൻറ്റിക് അറബിക് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ച് ഏകദേശം ഒരു 100 ഗ്രാം ഒലിവ് ഓയിൽ ഒഴിക്കണം. ഒലിവ് ഓയിൽ കുറച്ച് കൂടുതൽ വേണം. എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. സബോളയും തക്കാളിയും ഒന്നും നമ്മൾ വല്ലാതെ മൂപ്പിക്കുന്നില്ല. വെളുത്തുള്ളി മാത്രമാണ് കുറച്ച് മൂപ്പിച്ചെടുക്കുന്നുള്ളൂ. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുക. സബോള ഞാൻ പറഞ്ഞല്ലോ, വല്ലാതെ മൂപ്പിക്കേണ്ട. നമ്മൾ ജസ്റ്റ് ഒരു മസാല ഉണ്ടാക്കി അത് ഫില്ല് ചെയ്തിട്ടാണ് ചിക്കൻ വേവിക്കുന്നത്. അപ്പോൾ സബോള ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുക. അപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായി മൂത്ത് കഴിഞ്ഞാൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം. ഏകദേശം 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. കാരണം ആ എരിവൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ടോളൂ. കാരണം നമ്മളിതിൽ കുരുമുളക് മാത്രമാണ് ഇടുന്നുള്ളൂ. അപ്പോൾ കുരുമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയും പറഞ്ഞ മാതിരി തന്നെ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, അല്ലാതെ ഓവർ കുക്ക്ഡ് ആവണ്ട. അതിലോട്ട് നമുക്ക് ഒറിഗാനോ പൗഡർ ഇടാം. ഒറിഗാനോ പൗഡറും ഒലിവ് കായാണ് ഇനി ഇടുന്നത്. ഒറിഗാനോ പൗഡർ ഇട്ടതിന് ശേഷം അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മേലെ തൂവി കൊടുത്തതിന് ശേഷം ഒലിവ് കായും ഇടാം. ഒരു 10 മുതൽ 15 ഒലിവ് കായ വരെ ഇട്ടിട്ടുണ്ട്. ഒലിവ് കായ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഇറക്കി വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കത് ചിക്കനിലോട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ആ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യുക. ഞാൻ ഏകദേശം ഇവിടെ ഒരു 2-2.5 കൈയിലോളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ചിക്കൻ നിറയുന്നതനുസരിച്ചിട്ട് ഓവറായിട്ട് നിറയ്ക്കണമെന്നില്ല. ജസ്റ്റ് ഒരു 2 കൈയിലൊക്കെ ഒന്ന് നിറച്ചാൽ മതി. കാരണം ഇതൊരു ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ പിന്നെ എല്ലായിടത്തേക്കും മസാല എത്തും. പിന്നെ ഞാൻ ഈ ചിക്കന് നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ഹോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ചിക്കൻ ഒന്ന് ടൂത്ത് പിക്കായിട്ടൊന്ന് കുത്തിയിട്ട് ഹോളാക്കി കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനും ചിക്കനത്തെ വെള്ളം ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
കുക്കറിൽ ആദ്യം കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കാം. ഇവിടെ നമ്മളൊരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ആയിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബാക്കിയുള്ള ഫില്ലിങ്ങിൽ ഒരു ലെയർ താഴത്തിട്ട് കൊടുക്കാം. കുക്കറിൻ്റെ താഴെ ഒരു ലെയർ ജസ്റ്റ് ചെറുതായിട്ടൊരു ലെയറിങ് ചെയ്യാം. കണ്ടില്ലേ, ഇതേമാതിരി ഒരു ലെയർ താഴത്ത് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ അതിലോട്ട് ഇറക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള മസാല ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടാനുള്ള മസാലയും കൂടിയും കരുതിയിട്ട് വേണം ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേ ലീവ്സ് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ അതിൻ്റെ മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 2-4 ബേ ലീവ്സ് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ബേ ലീവ്സ് ഒക്കെ അതിൻ്റെ മേലെ വെച്ചു. ഇനി കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന മാതിരി ഏതെങ്കിലും അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിൻ്റെ മേലെ ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് എല്ലാം പോയതിന് ശേഷം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല വെന്ത അടിപൊളി അറബിക് സ്റ്റൈൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ 2-3 യൂട്യൂബ് ഫ്രണ്ട്സിനെ ചലഞ്ച് ചെയ്യാണ്. ഒന്ന് നമ്മളെ ഷാബിയൻ ഡ്രീംസ്, പിന്നെ നമ്മളെ പ്രവാസി കിച്ചൻ, പിന്നെ ചിക്കൂസ് ഡൈൻ ട്രാവൽ ആൻഡ് എഡീസ്. ഇവരെ 3 ഞാൻ ഇതിലൂടെ ചലഞ്ച് ചെയ്യാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള പൊട്ടാത്ത ചിക്കൻ ഇതേമാതിരി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ചിക്കൻ ഒരു കേടുപാടും പറ്റാതെ ഇതിൻ്റെ കാല് എല്ല് മാത്രമായിട്ട് ഇതിൽ നിന്ന് ഊരിയെടുക്കണം. നോക്കിക്കോ, നല്ല ഗ്രേവി ആയിട്ട് പൊട്ടാതെ നമുക്ക് ഈ ചിക്കനിൽ നിന്ന് കാലിനൊന്നും പറ്റാതെ എല്ല് മാത്രമായിട്ട് വലിച്ചൂരിയെടുക്കണം. അതാണ് നിങ്ങൾക്കുള്ള ചലഞ്ച്. ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ നൈസായിട്ട് ഊരിപ്പോകണം. നന്നായിട്ട് വെന്തിട്ടുള്ള ചിക്കനാണ്, നിങ്ങൾക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇടുക. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി അറബിക് ഒതൻറ്റിക് ഫ്ലേവറിലുള്ള ചിക്കൻ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. തുടർന്നും വീഡിയോകളെല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു സ്പെഷ്യൽ ഐറ്റവുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.